ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് മൊഡ്യൂൾ 13-ലെ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ ഓരോരോ ഹെഡിങ് ആയിട്ട് ചെയ്യുന്നില്ല. ടോട്ടൽ നമ്മൾ എല്ലാറ്റിൽ നിന്നും കൂടിയിട്ട് അത്യാവശ്യം ഒരു 4-5 ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്കത് പെട്ടെന്ന് കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരെണ്ണം അല്ലേ അത്യാവശ്യം നമ്മൾ ക്വസ്റ്റ്യൻസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഒരൊറ്റ ടോപ്പിക്കിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അത്രയും ക്വസ്റ്റ്യൻസ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇനി വരുന്ന ടോപ്പിക്കിൽ നിന്ന് അതുപോലെ 5 അല്ലെങ്കിൽ ഒരു 6, 7 ഒക്കെ മാക്സിമം അങ്ങനെയൊക്കെ ഇടുന്നുണ്ട്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസാണ് ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്കിവിടെ നോക്കാം. ഫെമിനിസ്റ്റ് തിയറി എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1990s. ഫെമിനിസ്റ്റ് തിയറി എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1990s. ഇത് ഓർത്തിരിക്കുക. നമുക്കങ്ങനെ ഫെമിനിസ്റ്റ് തിയറി എന്നങ്ങനെ പറഞ്ഞിട്ടല്ല പഠിക്കാനുള്ള, പക്ഷെ നമുക്ക് നമ്മൾ പഠിക്കുന്ന ഏറെക്കുറെ എല്ലാ ടോപ്പിക്കിലും വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫെമിനിസ്റ്റ് തിയറി എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1990s. ഓർത്തിരിക്കുക, ഫെമിനിസ്റ്റ് തിയറി എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന 1990s-ലാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വൺ ഓഫ് ദ കൺസിസ്റ്റൻറ്റ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ക്യൂർ തിയറി. ക്യൂർ തിയറി എന്താണ്? ക്യൂർ തിയറി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇത്തരത്തിലുള്ള ഫെമിനിസ്റ്റ് തിയറി അങ്ങനെ ഒത്തിരി അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ഉൾപ്പെട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് ശരിക്കും ക്യൂർ തിയറി എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്, അതെല്ലാം നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ, വൺ ഓഫ് ദ കൺസിസ്റ്റൻറ്റ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ക്യൂർ തിയറി ഈസ്, ആൻസർ എന്താണ്? ഒപ്പോസിഷൻ ടു ദ നോർമേറ്റീവ് അല്ലേ. ക്യൂർ തിയറി എന്താണ്? ക്യൂർ തിയറിയിൽ പല കാറ്റഗറി ഓഫ് പീപ്പിൾ വരും, നിങ്ങൾക്കറിയാവുന്നതാണ് അല്ലേ. അപ്പോൾ പിന്നെ ലെസ്ബിയൻസ്, ഗേ, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഫെമിനിസ്റ്റ് തന്നെ പല തരത്തിൽ വരുന്നുണ്ട് അല്ലേ. ഫെമിനിസം തന്നെ പല തരത്തിൽ വരുന്നുണ്ട്. അങ്ങനെ അതേപോലെ പിന്നെ ബൈസെക്ഷൽസ്, അങ്ങനത്തെ ഒരുപാട് കാറ്റഗറീസ് അതിൽ ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വൺ ഓഫ് ദ കൺസിസ്റ്റൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്യൂർ തിയറി ഈസ് ഒപ്പോസിഷൻ ടു ദ നോർമേറ്റീവ് ആണ്. ഒപ്പോസിഷൻ ടു ദ നോർമേറ്റീവ് ആണ് ക്യൂർ തിയറി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർത്തിരിക്കേണ്ടത്. അത് ഒപ്പോസിഷൻ ടു ദ നോർമേറ്റീവ് ആണ് അല്ലെ. നോർമലായിട്ടുള്ള ഒരു കാര്യങ്ങൾക്ക് നമ്മളെ എഗെയിൻസ്റ്റ് എന്ന് കരുതുന്നു, പക്ഷേ ആ ഒരു LGBTQ കമ്മ്യൂണിറ്റീനെ സംബന്ധിച്ചിട്ട് അത് അവർക്ക് എന്താണ്, അവരെ സംബന്ധിച്ച് നോർമലാണ് അല്ലേ. പക്ഷെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഇറ്റ് ഈസ് ഓപ്പോസിറ്റ് ടു നോർമേറ്റീവ് ആണ്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, ദ സഡൻ കോസ് ഓഫ് ഗേ റൈറ്റ്സ് മൂവ്മെൻറ്റ് ഈസ്. ഇനി ഗേ റൈറ്റ്സ് മൂവ്മെൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്നില്ലെങ്കിൽ പോലും ഈ ഭാഗങ്ങളെല്ലാം അതിൽ ഉൾപ്പെടുന്നത് കൊണ്ട് തന്നെ ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. ദ സഡൻ കോസ് ഓഫ് ഗേ റൈറ്റ്സ് മൂവ്മെൻറ്റ് ഈസ്, ആൻസർ ദ സ്റ്റോൺവാൾ റയോട്ട്സ് ഇൻ 1969 June 28. ദ സഡൻ കോസ് ഓഫ് ഗേ റൈറ്റ്സ് മൂവ്മെൻറ്റ് ഈസ്, എന്താണ്? ഗേ റൈറ്റ് മൂവ്മെൻറ്റിൻ്റെ സഡൻ കോസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ സ്റ്റോൺവാൾ റയോട്ട്സ് ഇൻ 1969 June 28 ആണ്. ദ സ്റ്റോൺവാൾ റയോട്ട്സ് ഇൻ 1969 June 28 ആണ് എന്ന് ഓർത്തിരിക്കുക. ഫോർത്ത് ക്വസ്റ്റ്യൻ, ദ സ്റ്റോൺവാൾ റയോട്ട്സ് ഈസ് ഓൾസോ കോൾഡ്. സ്റ്റോൺവാൾ റയോട്ട്സിന് നമ്മൾ എന്തുകൂടി പറയുന്നുണ്ട്? സ്റ്റോൺവാൾ അപ്രൈസിംഗ് എന്നുകൂടി പറയുന്നുണ്ട്. ദ സ്റ്റോൺവാൾ റയോട്ട്സ് ഈസ് ഓൾസോ കോൾഡ് സ്റ്റോൺവാൾ അപ്രൈസിംഗ്. ഓക്കെ, സ്റ്റോൺവാൾ റയോട്ട്സ് വരുന്നത് ഗേ റൈറ്റ്സ് മൂവ്മെൻറ്റ് പെട്ടെന്നുണ്ടാകാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? സ്റ്റോൺവാൾ റയോട്ട്സ് ആണ്. അത് സ്റ്റോൺവാൾ റയോട്ട്സ് നിങ്ങൾ നോക്കിയാൽ കാണാം, വളരെ ഒരു പെട്ടെന്നിങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാൻ കാരണമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് അതിൻ്റെ പിന്നിൽ വരുന്നത്. നോക്കുക, ദ സ്റ്റോൺവാൾ റയോട്ട്സ് ഈസ് ഓൾസോ കോൾഡ് ദ സ്റ്റോൺവാൾ അപ്രൈസിംഗ് ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മിഷേൽ ഫൂക്കോ ഈസ് ആരാണ്? മിഷേൽ ഫൂക്കോ ഒരു പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റാണ്. ചിലപ്പോൾ ചോദിക്കാം പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റിന് ഉദാഹരണമൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് മിഷേൽ ഫൂക്കോനെ ധൈര്യമായിട്ട് എഴുതാം. ഓക്കെ, ഇവിടെ നമുക്ക് മിഷേൽ ഫൂക്കോ ഈസ് പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് ആണ്. പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് തിയറിസ്റ്റ് ആണ് ആര്? മിഷേൽ ഫൂക്കോ. ഇനി സിക്സ് ക്വസ്റ്റ്യൻ, സെക്ഷുവാലിറ്റി ഈസ് നോട്ട് എൻ എസെൻഷ്യലി പേഴ്സണൽ ആട്രിബ്യൂട്ട് ബട്ട് ആൻ അവൈലബിൾ കൾച്ചറൽ കാറ്റഗറി എന്ന് പറഞ്ഞത് ആരാണ്?
മിഷേൽ ഫോക്കാണ്. നമ്മൾ പറഞ്ഞു മിഷേൽ ഫോക്കോ ഒരു പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റാണ് അല്ലേ, പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് തിയറിസ്റ്റാണ് ആര്, മിഷേൽ ഫോക്കോ. ഇനി അദ്ദേഹത്തിൻ്റെ ഒരു കോട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, നോക്കാം. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: സെക്ഷുവാലിറ്റി ഇസ് നോട്ട് എൻ എസെൻഷ്യലി പേഴ്സണൽ ആട്രിബ്യൂട്ട്. എന്താണ്? സെക്ഷുവാലിറ്റി ഈസ് നോട്ട് ആൻ എസെൻഷ്യലി പേഴ്സണൽ ആട്രിബ്യൂട്ട് ബട്ട് ആൻ അവൈലബിൾ കൾച്ചറൽ കാറ്റഗറി എന്ന് പറഞ്ഞത് മിഷേൽ ഫൂക്കോയാണ്. സെക്ഷുവാലിറ്റി ഈസ് നോട്ട് ആൻ എസെൻഷ്യലി പേഴ്സണൽ ആട്രിബ്യൂട്ട് ബട്ട് ആൻ അവൈലബിൾ കൾച്ചറൽ കാറ്റഗറി എന്ന് പറയുന്നത് മിഷേൽ ഫൂക്കോയാണ്. ഞാൻ വേറൊരു കാര്യം പറയണേ, HSAക്ക് നമ്മൾ ഒത്തിരി ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഇത് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഇപ്പം നമ്മൾ ഈ ക്ലാസ്സുകളൊക്കെ കേട്ടാലും നിങ്ങൾ എക്സാമിന് പോകുന്നതിൻ്റെ ഒരു 2 ദിവസം മുൻപ് അല്ലെങ്കിൽ 3 ദിവസം മുൻപ് ഈ വീഡിയോസ് എല്ലാം ഒന്ന് കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും, കാരണം നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഞാൻ കുറേ ക്വസ്റ്റ്യൻസിൽ ഒത്തിരി വീഡിയോസ് ഇട്ടുണ്ടായിരുന്നു, അതിൽ നിന്നെല്ലാം ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുമുണ്ട്. നമ്മൾ കൂടുതലായിട്ടും ചെയ്തത് ലിറ്റററി പാർട്ടല്ല നമ്മൾ ചെയ്തത്, പിന്നെ മറ്റേ ഫോണോളജി ആ ഭാഗങ്ങളൊക്കെയാണ് ചെയ്തത്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ലിംഗ്വിസ്റ്റിക്സിൻ്റെ ഒക്കെ ഭാഗത്തു നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അല്ലേ. അപ്പം ഈ ഒരു ഇങ്ങനെയുള്ള വീഡിയോസ് കാണുന്നത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് ഓർത്തിരിക്കുക അല്ലേ. അപ്പം ഒരു 2 ദിവസം മുൻപെങ്കിലും നിങ്ങൾ അത്യാവശ്യം ഇതിലിടുന്ന വീഡിയോസ് ഒന്ന് കണ്ടിരിക്കുന്നത് ഏറ്റവും യൂസ്ഫുൾ ആയിരിക്കും. അത് ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി then the author of the book Epistemology of the Closet, author of the book Epistemology of the Closet നമുക്ക് പഠിക്കാനുള്ള വർക്കാണ്. ദി ഓഥർ ഓഫ് ദ ബുക്ക് എപ്പിസ്റ്റമോളജി ഓഫ് ദ ക്ലോസറ്റ് ആരാണ്? ഈവ് കൊസോസ്കി സെഗ്വിക്കാണ് ഈ വർക്കിൻ്റെ റൈറ്റർ. ചിലപ്പോൾ ചോദിക്കാം, നമുക്ക് സിലബസിലുള്ളതാണെങ്കിൽ പോലും നമുക്കെല്ലാം അല്ലേ, ഒരു വലിയ സിലബസാണ്, നമുക്കറിയാം അതിൻ്റെ പിന്നെ വർക്കും അതേപോലെ ഓതേഴ്സിനെ പോലും നമുക്ക് ഓർത്തിരിക്കാൻ പ്രയാസമായിട്ടുള്ളൊരു സിറ്റുവേഷനാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ചോദിക്കാം അല്ലേ, അതിലുള്ളതാണെങ്കിൽ പോലും ചോദിക്കാം. ഓക്കെ, ദി ഓഥർ ഓഫ് ദ ബുക്ക് എപ്പിസ്റ്റമോളജി ഓഫ് ദ ക്ലോസറ്റ് ഈവ് കൊസോസ്കി സെഗ്വിക്കാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി ഫ്രേസ് പോപ്പുലറൈസ്ഡ് ബൈ ആഡ്രിയൻ റിച്ച്. ആഡ്രിയൻ റിച്ച് പോപ്പുലറൈസ് ചെയ്തിട്ടുള്ള ഒരു ഫ്രേസാണ് കമ്പൽസറി ഹെറ്ററോസെക്ഷുവാലിറ്റി. കമ്പൽസറി ഹെറ്ററോസെക്ഷുവാലിറ്റി, ദ ടേം പോപ്പുലറൈസ്ഡ് ബൈ ആഡ്രിയൻ റിച്ച്. അപ്പോൾ നമ്മൾ പറഞ്ഞു എപ്പിസ്റ്റമോളജി ഓഫ് ദി ക്ലോസറ്റിൻ്റെ ഓഥർ ആരാണ്? ഈവ് കൊസോസ്കി സെഗ്വിക്കാണ്. ആൻഡ് ദെൻ ആഡ്രിയൻ റിച്ച് പോപ്പുലറൈസ് ചെയ്തിട്ടുള്ള ഒരു ഫ്രേസാണ് കമ്പൽസറി ഹെറ്ററോസെക്ഷുവാലിറ്റി. ആഡ്രിയൻ റിച്ച് കമ്പൽസറി ഹെറ്ററോസെക്ഷുവാലിറ്റി. അപ്പോൾ കമ്പൽസറി ഹെറ്ററോസെക്ഷുവാലിറ്റി എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓർത്തിരിക്കുക ആഡ്രിയൻ റിച്ച് ആണ്. ആഡ്രിയൻ റിച്ച്, കമ്പൽസറി ഹെറ്ററോസെക്ഷുവാലിറ്റി, ആഡ്രിയൻ റിച്ച്. ഇതൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ബൈ ഹാർട്ട് ചെയ്യുന്നതിലുപരിയായിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാം, വെറുതെ ഇരിക്കാറാണ് നമ്മൾ എല്ലാവരും പഠിക്കുന്നതായിരിക്കും, അങ്ങനെ വെറുതെ ഇരിക്കാനുള്ള ടൈമൊന്നും ഉണ്ടായില്ല എങ്കിൽ പോലും വെറുതെ നമ്മളിങ്ങനെ എന്തെങ്കിലും ഇരിക്കുകയാണെങ്കിൽ പോലും ജസ്റ്റ് അല്ലേ, എന്തെങ്കിലും പണിയൊക്കെ ചെയ്യുകയാണെങ്കിലും ഒന്ന് ഹെഡ്സെറ്റ് ഒന്ന് വെച്ചിട്ട് ഈ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ വെറുതെ കേട്ടുകൊണ്ടിരിക്കുക, പഠിക്കാൻ ശ്രമിക്കണം, ജസ്റ്റ് കേൾക്കുക. അപ്പോൾ തന്നെ നമുക്ക് എക്സാം എഴുതുന്ന സമയത്ത് ഓരോന്നും ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ തനിയെ നമ്മുടെ മനസ്സിലോട്ട് കയറി വരും. ഓക്കെ, അപ്പം 9th ക്വസ്റ്റ്യൻ, എഡ്വേർഡ് സെയ്ഡ്സ് Orientalism was published in the year 1978. Edward Said's Orientalism was published in the year 1978. 1978ലാണ് എഡ്വേർഡ് സെയ്ദിൻ്റെ ഓറിയൻ്റലിസം പബ്ലിഷ് ചെയ്യുന്നത്. എപ്പോഴാണ്? ഓറിയൻ്റലിസം പബ്ലിഷ്ഡ് ഇൻ 1978. ഓറിയൻ്റലിസം പബ്ലിഷ്ഡ് ഇൻ 1978. എഡ്വേർഡ് സെയ്ദ്സ് ഓറിയൻ്റലിസം വാസ് പബ്ലിഷ്ഡ് ഇൻ 1978. നമുക്ക് പഠിക്കാനുള്ളതാണല്ലോ എഡ്വേർഡ് സെയ്ദിൻ്റെ ഓറിയൻ്റലിസം, പഠിക്കാനുള്ളതാണ് 1978, ഓർത്തിരിക്കുക. ഇനി 10th ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ലെസൺസ് ഫ്രം ഓറിയൻ്റലിസം? എന്താണ് ഓറിയൻ്റലിസം? ഇപ്പോൾ നമുക്കറിയാം സിലോജിസം മോഡൽ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു പക്ഷേ ഓറിയൻ്റലിസം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്തെഴുതാം? ഇതാണ് ഫസ്റ്റ് പോയിന്റ്, ഇതാണ് ഫോംസ് ഓഫ് പ്രെജുഡൈസ് ആൻഡ് സ്റ്റീരിയോടൈപ്സ് ക്യാൻ ബിക്കം ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ്, ടോട്ട് ആൻഡ് ലേൺഡ്. ഫസ്റ്റ് എന്താണ്? ഫോംസ് ഓഫ് പ്രെജുഡൈസ്. ഇവിടെ ആരെയാ പറഞ്ഞത്? ഓറിയൻ്റലിസ്റ്റുകളെ. ഓറിയൻ്റലിസ്റ്റുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ്? നമ്മൾ ഈസ്റ്റേൺ പീപ്പിളാണ് അല്ലേ. ഫോംസ് ഓഫ് പ്രെജുഡൈസ് ആൻഡ് സ്റ്റീരിയോടൈപ്സ് ക്യാൻ ബിക്കം ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ്, ടോട്ട് ആൻഡ് ലേൺഡ്. സെക്കൻഡ് പോയിന്റ്, ദ നേറ്റീവ്സ് cannot represent themselves. The natives cannot represent themselves.
Second point, natives cannot represent themselves. Third point, perceptions can be assumed as official truths even when they are not objectively true. നോക്കുക, പെർസെപ്ഷൻസ് ക്യാൻ ബി അസ്യൂംഡ് ആസ് ഒഫീഷ്യൽ ട്രൂത്ത്സ് ഈവൻ വെൻ ദേ ആർ നോട്ട് ഒബ്ജക്റ്റീവ്ലി ട്രൂ, അല്ലേ? അതായത് സത്യമല്ലാത്ത ഒരു കാര്യങ്ങൾ പോലും, അല്ലേ, പെർസെപ്ഷൻസ് ക്യാൻ ബി അസ്യൂംഡ് ആസ് ഒഫീഷ്യൽ ട്രൂത്ത്. പെർസെപ്ഷൻസിനെ ഒഫീഷ്യൽ ട്രൂത്തായിട്ട് നമ്മൾ കൺസ്യൂം ചെയ്യണം അല്ലെങ്കിൽ അസ്യൂം ചെയ്യണം, ഈവൻ വെൻ ദേ ആർ നോട്ട് ഒബ്ജക്റ്റീവ്ലി ട്രൂ, അല്ലേ? അപ്പം ഇങ്ങനെ 3 പോയിന്റുകളാണ് പറയുന്നത്. ഓക്കെ, ആ ഒരു 3 കാര്യങ്ങളും നമ്മൾ, അപ്പോൾ ഈ ഒരു ഓറിയൻ്റലിസ്റ്റുകൾ എന്താണ്, സബ്ജക്ട്സ് ക്യാൻ ബിക്കം ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ്, ടോട്ട് ആൻഡ് ലേൺഡ്. സെക്കൻഡ് ക്വസ്റ്റ്യൻസ്, ദ നേറ്റീവ്സ് കൻ നോട്ട് റെപ്രസെൻറ്റ് ദംസെൽസ് ആൻഡ് ദ പെർസെപ്ഷൻസ് ക്യാൻ ബി അസ്യൂംഡ് ആസ് ഒഫീഷ്യൽ ട്രൂത്ത്സ് ഈവൻ വെൻ ദേ ആർ നോട്ട് ഒബ്ജക്റ്റീവ്ലി ട്രൂ. ഇതാണ് ഓറിയൻ്റലിസം എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. അപ്പോൾ അതിൽ 3 പോയിൻറ്റ്സാണ് തന്നിട്ടുള്ളത്. അത് ഈ 3 തന്ന് വേറൊരു പോയിന്റ് കൂടി തന്നാൽ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും. ഈ 11ാമത്തെ ചോദ്യം, വാട്ട് ഡിഡ് ഓറിയൻ്റലിസ്റ്റ് ഡു അക്കോർഡിംഗ് ടു എഡ്വാർഡ് സെയ്ദ്? വാട്ട് ഡിഡ് ഓറിയൻ്റലിസ്റ്റ് ഡു അക്കോർഡിംഗ് ടു എഡ്വാർഡ് സെയ്ദ്? ആൻസർ, എക്സോട്ടിസൈസ് ദി ഓറിയൻ്റൽസ്. Exoticize the Orientals. What did Orientalist do according to Edward Said എന്ന് ചോദിച്ചാൽ ആൻസർ, exoticize Orientals. Exoticize Orientals. What did Orientalist do according to Edward Said? ഓറിയൻ്റലിസം ആരുടെയാണ്? എഡ്വാർഡ് സെയ്ദിൻ്റെയാണ്, അല്ലേ? അപ്പോൾ എഡ്വാർഡ് സെയ്ദിൻ്റെ അഭിപ്രായത്തിൽ വാട്ട് ഡിഡ് ഓറിയൻ്റലിസ്റ്റ് ഡു എന്ന് ചോദിച്ചാൽ ആൻസർ, exoticize the Orientals ആണ്. ഇനി 12ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ ടൈറ്റിൽ ഓഫ് ദ ബുക്ക് ദാറ്റ് എഡ്വാർഡ് സെയ്ദ് റോട്ട്? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഓറിയൻ്റലിസം, അല്ലേ? വാട്ട് ഈസ് ദ ടൈറ്റിൽ ഓഫ് ദ ബുക്ക് ദാറ്റ് എഡ്വാർഡ് സെയ്ദ് റോട്ട്? ഓറിയൻ്റലിസം ആണ്. എഡ്വാർഡ് അപ്പോൾ ഇതൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ പറഞ്ഞ നേരത്തെ എപ്പിസ്റ്റമോളജി ഓഫ് ദ ക്ലോസറ്റ്, അതേപോലെ ഈ ഓറിയൻ്റലിസം, ഇതൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ പലപ്പോഴായിട്ട് ചോദിച്ച് കാണുന്ന, അതുപോലെ തന്നെ ഒത്തിരി വർക്കുണ്ട്. അതേപോലെ നമ്മുടെ ഗോൾഡൻ ബോ, അല്ലേ, ജെയിംസ് ജി ഫ്രേസർ. അപ്പം ഈ വർക്കുകളൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഏതൊരു എക്സാമിനും വളരെ പോപ്പുലറൈസ് ആയിട്ടുള്ള വർക്കുകളും റൈറ്റേഴ്സൊക്കെയാണ് അവരൊക്കെ. അപ്പോൾ അവരുടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചു കൊണ്ടിരിക്കുന്ന വർക്കുകളാണ്. ഇന്ന വർക്കുകളെ ചോദിക്കുക, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം ഈ ഭാഗത്തു നിന്നൊക്കെ നമ്മളങ്ങനെ ഫേമസ് ആയിട്ടുള്ള വർക്കുകൾ, അതേപോലെ അതിൻ്റെ ഓതേഴ്സ്, പിന്നെ അവർ കൊണ്ടുവന്ന ടേംസൊക്കെ, അതായത് എപ്പോഴും നമ്മൾ കേൾക്കുന്ന ചില ടേംസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എന്താണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം. കാരണം മിക്കതും അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളായിരിക്കും ചോദിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം, വാട്ട് ഈസ് ഇമാജിനേറ്റീവ് നോളേജ്? What is imaginative knowledge? Answer, knowledge that is constructed based upon assumptions. What is imaginative knowledge? Knowledge that is constructed based on assumptions. Okay, what is imaginative knowledge എന്ന് ചോദിച്ചാൽ ആൻസർ, knowledge that is constructed based upon assumptions. Knowledge that is constructed based upon assumptions ആണ്. Next question, for what purpose എഡ്വാർഡ് സെയ്ദ് യൂസസ് ദ ഫ്രേസ് ദി അതർ? ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന, ഈ ഒരു എസ്സേയിൽ യൂസ് ചെയ്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഫ്രേസാണ് ദി അതർ. അതർ എന്നുള്ള, അതേർനെസ്, അല്ലേ, അതർ എന്നുള്ള വേർഡ്, അതെന്തിനാണ് യൂസ് ചെയ്തിട്ടുള്ളത്? സെയ്ദ് യൂസസ് ദ ഫ്രേസ് ദി അതർ ടു ഡിസ്ക്രൈബ് ദ വെസ്റ്റേൺ ഫാസിനേഷൻ വിത്ത് ദ ഓറിയൻറ്റ്. എന്തിനാണ്? ഡിസ്ക്രൈബ് ദ വെസ്റ്റേൺ ഫാസിനേഷൻ വിത്ത് ദ ഓറിയൻറ്റ്. ഓക്കെ, ദി അതർ എന്നുള്ള ആ ഒരു വേർഡ് യൂസ് ചെയ്തിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ദി അതർ ടു ഡിസ്ക്രൈബ് ദ വെസ്റ്റേൺ ഫാസിനേഷൻ വിത്ത് ദ ഓറിയൻറ്റ്. ഓക്കെ, സെയ്ദ് യൂസസ് ദ ഫ്രേസ് ദി അതർ ടു ഡിസ്ക്രൈബ് ദ വെസ്റ്റേൺ ഫാസിനേഷൻ വിത്ത് ദ ഓറിയൻറ്റ്. ഇവിടെ അതർ ആരാണ്? അതർ ഓറിയൻ്റ് ആണ്, അല്ലേ? ഓറിയൻ്റലിസ്റ്റുകളാണ് ആര്? അതർ എന്ന് പറയുന്നത് ഓറിയൻ്റലിസ്റ്റുകളാണ്. ഓക്കെ, അല്ലേ? അതർ എന്ന് പറഞ്ഞാൽ മറ്റൊന്ന്, അല്ലേ, മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്ന, മറ്റൊന്ന്, ഇങ്ങനെ ചിന്തിച്ചാൽ മറ്റൊന്ന് മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്ന എന്ന് വെച്ചാൽ ആരാണ്? ഓറിയൻ്റലിസ്റ്റുകളാണ് ഇവിടെ അതർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. 15ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ കോൺസെപ്റ്റ് ഓറിയൻ്റലിസം? ഓറിയൻ്റലിസം എന്ന് പറഞ്ഞുള്ള കോൺസെപ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു. ഓറിയൻ്റലിസത്തിന് നമ്മൾ 3 കാര്യങ്ങൾ പറഞ്ഞു, അല്ലേ? അപ്പോൾ ഇവിടെ എന്താണ് ഓറിയൻ്റലിസം എന്ന കോൺസെപ്റ്റ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ആൻസർ, ഓറിയൻ്റലിസം ഈസ് എ വേ ഓഫ് തിങ്കിങ് about the Orient when
കോൺട്രാസ്റ്റഡ് വിത്ത് ദ ഓക്സിഡൻറ്റ് ദ വെസ്റ്റ്. ഓറിയൻ്റലിസം എന്ന് പറയുന്നത് ഇസ് എ വേ ഓഫ് തിങ്കിങ് അബൌട്ട് ദ ഓറിയൻറ്റ് വെൻ കോൺട്രാസ്റ്റഡ് വിത്ത് ഓക്സിഡൻറ്റ് ദ വെസ്റ്റ്. അതായത് ഓക്സിഡൻ്റ് അല്ലാത്തതാണ് എന്ത് ഓറിയൻ്റ് അല്ലേ. അപ്പം വെസ്റ്റ് നോക്കുക, ഓറിയൻ്റലിസം ഈസ് എ വേ ഓഫ് തിങ്കിങ് അബൌട്ട് ദ ഓറിയൻറ്റ് വെൻ കോൺട്രാസ്റ്റഡ് വിത്ത് ദ ഓക്സിഡൻറ്റ് അല്ലേ. അപ്പോൾ അവിടെ ഓറിയൻ്റലിസ്റ്റുകൾക്ക് പ്രാധാന്യം വരുന്നത് എപ്പോഴാണ്, അതായത് അവർ ഓക്സിഡൻറ്റുകളുമായിട്ട് കോൺട്രാസ്റ്റ് ചെയ്യപ്പെടുമ്പോഴാണ് അല്ലേ. കാരണം നമുക്കറിയാം ഏതൊരു പോസിറ്റീവ് ആവുന്ന എപ്പോഴാണ്, ഒരു നെഗറ്റീവ് ഉണ്ടാകുമ്പോഴാണ്. ഏതൊരു നെഗറ്റീവ് ആവുന്നത് അതിനെ മറ്റൊന്നുമായിട്ടൊരു പോസിറ്റീവുമായിട്ട് കമ്പയർ അല്ലെങ്കിൽ അവരുടെ കോൺട്രാസ്റ്റീവ് തിങ് വരുമ്പോഴാണ്. അതുപോലെ തന്നെയാണ് ഇവിടെയും പറയുന്നത് കേട്ടോ. അടുത്തത് 16ാമത്തെ ചോദ്യം, ഹൂ ഇൻട്രൊഡ്യൂസ് ദ മിറർ സ്റ്റേജ്. അതേപോലെ പ്രധാനപ്പെട്ട ഒരു ടേമാണ് ഈ മിറർ സ്റ്റേജ് കേട്ടോ. ഇതൊക്കെ ശരിക്കും എപ്പോഴും ചോദിക്കാൻ ചാൻസ് ഉള്ള ചില ക്വസ്റ്റ്യൻസ് ആണ്. മിറർ സ്റ്റേജ് കൊണ്ടുവന്ന ജാക്വസ് ലക്കാനാണ്. ഈ ജാക്വസ് ലക്കാൻ്റെ ഈ മിറർ സ്റ്റേജ് നമ്മൾ പല കാര്യങ്ങളിലായിട്ട് പഠിക്കുന്നുണ്ടല്ലേ, ഓരോരുത്തരും അതങ്ങോട്ട് എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ജാക്വസ് ലക്കാനാണ് മിറർ സ്റ്റേജ്. ഇത് ഓർത്തിരിക്കുക, എന്താണെങ്കിലും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇതാണ് ഞാൻ പറഞ്ഞ ടേംസ്, ഇത്തരത്തിലുള്ള ടേംസ്. ഇപ്പോൾ ഈ നമ്മൾ പറഞ്ഞ അതർ, അതേപോലെ ഈ മിറർ സ്റ്റേജ്, അതർ പറഞ്ഞത് ഇത് എഡ്വാർഡ് സെയ്ദാണ് അല്ലേ, യൂസസ് ദ ഫ്രേസ് അതർ എന്ന് പറയുന്നുണ്ട്. ഇവിടെ മിറർ സ്റ്റേജ് കൊണ്ടുവന്നത് ജാക്വസ് ലക്കാനാണ് കേട്ടോ. ഹൂ ഇൻട്രൊഡ്യൂസ് ദ മിറർ സ്റ്റേജ് എന്ന് വെച്ചാൽ ജാക്വസ് ലക്കാനാണ്. ഈ മിറർ സ്റ്റേജിന് ഇതിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അതായത് ഈ അതർനെസ്സുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ് ഇവിടെ മിറർ സ്റ്റേജ് വരുന്നത്. അതർ എന്ന് പറഞ്ഞാൽ അല്ലെ മറ്റുള്ളവരും വേർതിരിച്ച് നിൽക്കുന്ന എന്നുള്ള ബോധ്യമാണ്. ഇവിടെ മിറർ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ സ്വയം ബോധ്യപ്പെടുകയാണ് ഒരു വ്യക്തി, ഞാൻ ആരാണ് അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നും എന്താണ് എനിക്ക് വ്യത്യസ്തത, അല്ലെങ്കിൽ എങ്ങനെയാണ് ഞാൻ വ്യത്യസ്തനാവുന്നത് എന്ന് മിറർ സ്റ്റേജിലൂടെ സ്വയം മനസ്സിലാക്കുകയാണ്. ഓക്കെ, അതാണ് മിറർ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ. ഹൂ ഇൻട്രൊഡ്യൂസ് ദ മിറർ സ്റ്റേജ്, ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ പറഞ്ഞതാണ്. ഓക്കെ, ഹൂ ഇൻട്രൊഡ്യൂസ് ദ മിറർ സ്റ്റേജ് ജാക്വസ് ലക്കാൻ. ഇനി അടുത്ത ചോദ്യം, ഹൂ മോസ്റ്റ്ലി പോപ്പുലറൈസ് ദ കോൺസെപ്റ്റ് ഹെഗിമണി. അതേപോലെ അടുത്ത ഒരു ടേമാണ് ഹെഗിമണി. ഇതൊക്കെ എപ്പോഴും ചോദിക്കുക, ആരാണ് ഇത് കൊണ്ടുവന്നതെന്നൊക്കെ ചോദിക്കും കേട്ടോ. ഹൂ മോസ്റ്റ്ലി പോപ്പുലറൈസ് ദ കോൺസെപ്റ്റ് ഹെഗിമണി, ആരാണ്, ആൻ്റോണിയോ ഗ്രാംസിയാണ് ഹെഗിമണി എന്നുള്ള ടേം യൂസ് ചെയ്യുന്നത്. ഹൂ മോസ്റ്റ്ലി പോപ്പുലറൈസ് ദ കോൺസെപ്റ്റ് ഹെഗിമണി, ആൻ്റോണിയോ ഗ്രാംസി. നമ്മൾ പറഞ്ഞു ജാക്വസ് ലക്കാൻ്റെ മിറർ സ്റ്റേജ്, ആൻ്റോണിയോ ഗ്രാംസിയുടെ ഹെഗിമണി, ആൻ്റോണിയോ ഗ്രാംസിയുടെ ഹെഗിമണി. 18ാമത്തെ ചോദ്യം, ദ ഓറിയൻ ഹാസ് ബീൻ ദ ഡാഷ് ഓബ്ജക്റ്റ് ടു ദ യൂറോപ്യൻ മിഷനറി ആൻഡ് സയൻറ്റിസ്റ്റ് പൊസിഷൻസ്. ആരാണ്, ആക്റ്റീവാണ്. ദ ഓറിയൻ്റ് ഹാസ് ബീൻ ദ ഡാഷ് ഓബ്ജക്റ്റ് ടു ദ യൂറോപ്യൻ മിഷനറി ആൻഡ് സയൻറ്റിസ്റ്റ് പൊസിഷൻസ് എന്ന് ചോദിച്ചാൽ ആക്റ്റീവാണ്. ഇങ്ങനെയൊക്കെ ചിലപ്പോൾ ചോദിക്കും കേട്ടോ. ദ ഓറിയൻ്റ് ഹാസ് ബീൻ ദ ആക്റ്റീവ് ഒബ്ജക്റ്റ്. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ചോദ്യം തരികയാണെങ്കിൽ നമ്മൾ ഓറിയൻ്റ് ഹാസ് ബീൻ ദ ഡാഷ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ അതിൽ ആക്റ്റീവും പാസീവും ഒക്കെ ഉണ്ട്. നമ്മൾ പെട്ടെന്ന് ഓടിപ്പോയിട്ട് എഴുതുന്നുണ്ട് പാസീവ് എന്ന് എഴുതും അല്ലേ. പക്ഷേ ഇവിടെ ദ ഓറിയൻ്റ് ഹാസ് ബീൻ ദ ആക്റ്റീവ് ഒബ്ജക്റ്റ് ടു ദ യൂറോപ്യൻ മിഷനറി. ആർക്കാണ്, ടു ദ യൂറോപ്യൻ മിഷനറി ആൻഡ് സയൻറ്റിസ്റ്റ് പൊസിഷൻസ് ആണ്. ദി ഓറിയൻ്റ് ഹാസ് ബീൻ ദ ആക്റ്റീവ് ഒബ്ജക്റ്റ് ടു ദ യൂറോപ്യൻ മിഷനറി ആൻഡ് സയൻറ്റിസ്റ്റ് പൊസിഷൻസ് എന്ന് ചോദിച്ചാൽ ആക്റ്റീവാണ്. അപ്പം ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻസ്. ഒരു 18 ചോദ്യങ്ങളാണ് ഇട്ടുള്ളത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറയുന്ന പോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇടാം. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാം നോക്കി മനസ്സിലാക്കി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഇപ്പോൾ കേട്ട് കഴിഞ്ഞാലും എക്സാമിന് പോകുന്നതിൻ്റെ ഒരു 2 ദിവസം മുൻപ് നിങ്ങൾക്ക് ഒഴിവ് കിട്ടുമ്പോൾ ഒന്ന് വായിച്ച് നോക്കുക. അപ്പം ഞാൻ തന്നെ നമ്മുടെ എക്സാമിനൊക്കെ പോകുന്ന സമയത്തും ഇതുപോലെ ഈ വീഡിയോസിലൊക്കെ കുറേ ഭാഗങ്ങളൊക്കെ കണ്ടിരുന്നു. അതെല്ലാം കാണാത്തത് പിന്നെ നഷ്ടമായി എന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം കുറേ ഭാഗങ്ങൾ ഇതിൽ ഡീൽ ചെയ്തിട്ടുള്ളതെന്ന് എനിക്ക് തന്നെ ഉറപ്പുണ്ടായിരുന്നു. അപ്പം നമ്മൾ വെറുതെ ഇങ്ങനെ കേട്ടിരുന്നാൽ മതിയല്ലോ അല്ലേ. ഇപ്പോൾ അല്ലെങ്കിൽ എക്സാമിന് പോകുന്ന സമയത്തോ അല്ലെങ്കിൽ വേറെ എവിടേക്കെങ്കിലും നമ്മൾ യാത്ര പോകുന്ന സമയത്തൊക്കെ ജസ്റ്റ് ഒന്ന് ഹെഡ്സെറ്റ് വെച്ചിട്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും പിന്നെ ഒരുപാട് നന്ദിയുണ്ട്. എല്ലാവരും നന്നായിട്ട് കമൻറ്റ് ചെയ്യുന്നുണ്ട്, എല്ലാവരും ക്ലാസ്സുകൾ കാണുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.